ഹലോ. അപ്പോൾ ഇന്ന് ഒരു ഇത് മേക്കപ്പ് ലുക്കാണ് കാണിക്കുന്നത്. അപ്പം എൻ്റേതായ രീതിയിൽ ഞാൻ ഒരുങ്ങിയിട്ടുള്ളതാണ്. അപ്പം സിമ്പിളായിട്ട് എങ്ങനെ ഒരുങ്ങാൻ നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നത് ഗുഡ് വൈബ്സിൻ്റെ ഗ്രീൻ ടീ ആഡ് ചെയ്തിട്ടുള്ള ഒരു ടോണർ. അപ്പം ഓയിൽ കൺട്രോൾ ചെയ്യാനായിട്ടാണ്. എൻ്റെ ഫേസ് ഓയിലി സ്കിൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ടോണർ അത്യാവശ്യം മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ എടുത്തിട്ടുള്ളത് പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ്. അപ്പം ഇത് തന്നെയാണ് മോയ്സ്ചറൈസറായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരു മാസം ആവത്തേ ഉള്ളൂ. ഇതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പം ജെൽ ടൈപ്പുമാണ്. ഓയിലി ഫേസ് ഉള്ളവർക്കൊക്കെ നല്ല ഒരു മോയ്സ്ചറൈസർ കൂടിയാണ്. പിന്നെ നല്ല രീതിയിൽ തന്നെ ഞാൻ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നല്ലൊരു ഗ്ലാസ് സ്കിൻ പോലെയും അതുപോലെ തന്നെ നല്ല ഗ്ലോയി കിട്ടുന്നുണ്ട് ഫേസിൽ. അപ്പോൾ നമ്മളെപ്പോഴും ഒരു മോയ്സ്ചറൈസർ എപ്പോഴും ഫേസിലിടുന്നത് നല്ലതാണ്. അപ്പം ഇത് ബൾജ് ചെയ്ത് നിൽക്കുന്നത് എൻ്റെ പിമ്പിളാണ്. അതെനിക്ക് ഫുഡ് കഴിക്കുമ്പോൾ ചോക്ലേറ്റൊക്കെ ഒരുപാട് കഴിക്കുമ്പോഴത്തേക്ക് വരുന്നതാണ്. അങ്ങനെ വന്നിട്ടുള്ളതാണ് ഒരെണ്ണം. പിന്നെ അതിന് ശേഷം ഒന്ന് മോയ്സ്ചറൈസർ ഒന്ന് ഫേസിലൊന്ന് ആവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് നിന്നു. അതിന് ശേഷം ഒരു സൺസ്ക്രീൻ എടുത്തിട്ടുണ്ട്. ഞാൻ ആക്വലോജിക്കയുടെ സൺസ്ക്രീനാണ് ഇടുന്നത്. അത് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആക്വലോജിക്കയുടെ സൺസ്ക്രീൻ. അപ്പം അതൊന്ന് എടുത്തു. നല്ല രീതിയിൽ തന്നെ അതും ഒന്ന് അപ്ലൈ ചെയ്തു. ഒന്ന് അബ്സോർവ് ചെയ്യാൻ വേണ്ടി വീണ്ടും വെയിറ്റ് ചെയ്തു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സൺസ്ക്രീനാണ് കേട്ടോ ഇത്, ആക്വലോജിക്ക. അപ്പം ട്രൈ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒരു ജെൽ ടൈപ്പുമാണ്, വൈറ്റ് കാസ്റ്റ് അല്ല, നല്ല കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ ഉപയോഗിക്കാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ അതിനുശേഷം ഒന്ന് അബ്സോർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഞാൻ വെയിറ്റ് ചെയ്തു. പിന്നെ അതിന് ശേഷം ഞാൻ കൺസീലറാണ് എടുത്തിട്ടുള്ളത്. ഷുഗറിൻ്റെ കൺസീലർ അത്യാവശ്യം കവറേജ് തരുന്നുണ്ട്. പിമ്പിൾസ് മാർക്കും അതുപോലെ തന്നെ ബാക്കിയെല്ലാം ഡാർക്ക് സ്പോട്ടൊക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഈ മേക്കപ്പൊക്കെ ഇടുന്ന നമ്മൾ ഈ കൺസീലറോ അല്ലെങ്കിൽ ഏതാണ് നമ്മൾ ഫൗണ്ടേഷനൊക്കെ ഇടുന്നതിന് മുന്നേ ഒരു ബേസായിട്ട് പ്രൈമർ യൂസ് ചെയ്യാം. ഞാൻ പ്രൈമർ ഇപ്പം ഇവിടെ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ അതിന് ശേഷം ഞാനാണെന്നുണ്ടെങ്കിൽ കൺസീലറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കൺസീലറിന് ശേഷം ഞാൻ ഫൗണ്ടേഷനാണ് എടുത്തിട്ടുള്ളത്. ഷുഗറിൻ്റെ ഫൗണ്ടേഷൻ തന്നെയാണ്. അത്യാവശ്യം നല്ല കവറേജ് കിട്ടുന്ന ഫൗണ്ടേഷൻ തന്നെയാണ്. അപ്പം അതൊന്ന് എടുക്കാം. അപ്പോൾ ഡോട്ടായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ ബ്യൂട്ടി ബ്ലെൻഡർ എന്ന് പറഞ്ഞാൽ എൻ്റെ കൈ തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ അതങ്ങനെ യൂസ് ചെയ്യാറില്ല, എങ്കിലും ചില സമയത്ത് എടുക്കാറുണ്ട്. അപ്പം എടുത്തപ്പം ഒരുപാടായതുപോലെ എനിക്ക് തോന്നി. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ കൈയൊക്കെ വെച്ചിട്ടൊന്ന് ഡിപ്പ് ചെയ്തും നല്ല രീതിയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കൊടുത്തു. എന്നിട്ട് ഫേസിൽ നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഫേസിൽ നല്ല രീതിക്ക് അപ്ലൈ ആയി. അപ്പം കണ്ണിലും അതുപോലെ തന്നെ ചീക്കിലൊക്കെ നന്നായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ ബ്ലെൻഡായി വരുന്നുണ്ട്. ഷുഗറിൻ്റെ ഫൗണ്ടേഷൻ അത്യാവശ്യം നല്ല ക്വാളിറ്റിയും അതുപോലെ തന്നെ ബ്രാൻഡഡ് സാധനമല്ലേ. അപ്പം ഫേസിൽ വേറെ ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്, ഫൗണ്ടേഷൻ. അപ്പം നന്നായിട്ട് തന്നെ ആ ഒരു ഗ്ലോയി ലുക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഫൗണ്ടേഷൻ ഇട്ടിട്ട്. അപ്പം ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ എനിക്ക് ഐബ്രോ ഒന്ന് സെറ്റ് ചെയ്യാനാണ്. അപ്പം ഞാൻ ബ്ലാക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഐബ്രോയെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി എനിക്ക് ഐബ്രോ ഡാർക്ക്നെസ് ഉണ്ട്, എങ്കിലും ഞാൻ ചെറുതായിട്ടൊന്ന് ഐബ്രോ ഒന്ന് വരച്ചു കൊടുക്കും. അപ്പം ഐബ്രോയും വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഐ ഷാഡോ ആണ്. അപ്പോൾ ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് ഒരു ബ്രൗൺ അതുപോലെ തന്നെ ഗ്ലിറ്റർ വരുന്ന ഒരു ഷെയ്ഡാണ്. അതെടുത്ത് ഞാൻ ഐ ഷാഡോ ആയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം വേറൊരു കളർ, അതായത് എൻ്റെ ഡ്രസ്സിൻ്റെ കളറായിട്ട് ഞാനൊരു റോസ് കളറാണ് എടുത്തിട്ടുള്ളത് ഐ ഷാഡോ ആയിട്ട്. അതും ഫേസിൽ നന്നായിട്ടൊരു ഗ്ലോയി ലുക്ക് തരുന്നുണ്ട്. അങ്ങനെ ഞാൻ അതും ഇട്ട് കൊടുത്തു. കുറച്ച് കൂടിപ്പോയോ എന്ന് നോക്കിയതാണ്. അങ്ങനെ പിന്നെ ശകലം കൂടിപ്പോയതായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ പിന്നെ വിരൽ കൊണ്ട് തന്നെ ഒന്ന് മാറ്റി കൊടുത്തു. പിന്നെ അതിന് ശേഷം ഇട്ടപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് ശരിയായിട്ട് എനിക്ക് തോന്നി. പിന്നെ അതുപോലെ തന്നെ ഞാൻ അപ്പുറത്തെ കണ്ണിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഓക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഐലൈനർ വരച്ചു കൊടുക്കാം. അങ്ങനെ ഞാൻ ഐലൈനർ വരയ്ക്കുവാണ്.
ഒരു കുന്നും താഴ്ചയും കണക്കൊക്കെ ഐലൈനർ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം 2 കണ്ണിലും വരച്ചു. പിന്നെ അതിന് ശേഷം കാജലാണ്. ഞാൻ നോർമലി താഴെയും ഐലൈനർ തന്നെ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് ഞാൻ കാജലാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ അത് വലിയ രീതിയിൽ എനിക്ക് കണ്ണിൽ കിടക്കുന്നില്ലെന്ന് തോന്നുന്നു. ഇങ്ങനെ ഐലൈനർ ഞാൻ വരയ്ക്കുവാണ്. നന്നായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിങ്ങനെയാണ് കേട്ടോ ഐലൈനറൊക്കെ വരയ്ക്കുന്നത്. ഞാനിത് ഫോണിൽ നോക്കി തന്നെയാണ് വരച്ചത്. അതുകൊണ്ട് അതിൻ്റെ ചെറിയ അപാകതകളൊക്കെ ഉണ്ട്. കണ്ണാടി നോക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ ഒരിത് വരത്തില്ല. അങ്ങനെ ഞാൻ ഫോണിൽ നോക്കിയിട്ട് തന്നെയാണ് അങ്ങനെയൊക്കെ വരച്ചത്. പിന്നെ അതിന് ശേഷം ഞാൻ കാജൽ എടുത്തിട്ടുണ്ട്. ലോട്ടസിൻ്റെ കാജലാണ്. പക്ഷെ എനിക്ക് ലോട്ടസിന് ആദ്യമൊക്കെ എനിക്ക് ഈ കാജൽ നന്നായിട്ട് കണ്ണിൽ കിടക്കുമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെ കണ്ണിൽ കിടക്കുന്നില്ല. അങ്ങനെയായിട്ട് എനിക്കൊന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. കുറേ നാളുണ്ടെങ്കിൽ നോക്കുവാണ്. ഞാനിപ്പോൾ 2-3 ദിവസം കൊണ്ട് ശ്രദ്ധിച്ചപ്പോഴത്തേക്കാണ് മനസ്സിലായത് ലോട്ടസിൻ്റെ കാജൽ കണ്ണിൽ അങ്ങനെ വലുതായിട്ട് കിടക്കുന്നില്ല. കുറേ നേരം കഴിയുമ്പോഴത്തേക്ക് തന്നെ അത് മാഞ്ഞു പോകുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതിന് ശേഷം കണ്ണൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഐ ഷാഡോ ആയി, ഐബ്രോ ആയി, ബാക്കിയെല്ലാം ആയി. ഇനി അടുത്തത് ഒരു ഗ്ലിറ്ററിൻ്റെ ഇതിൻ്റെതാണ്, ഷുഗറിൻ്റെ തന്നെ ആയിട്ടുള്ളത് ഒരു മോയ്സ്ചറൈസർ ഗ്ലിറ്റർ സ്ട്രോപ്പ് ക്രീമാണ്. അത് ഗോൾഡ് ടൈപ്പാണ്. നല്ല സെറ്റ് സാധനമാണ് കേട്ടോ. ഞാൻ മിക്ക ദിവസവും എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴത്തേക്ക് യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ ചീക്ക് നല്ല ഗ്ലോയി കിട്ടുന്നുണ്ട്. അങ്ങനെ ഞാനിത് യൂസ് ചെയ്യാറുണ്ട്. തീരാറായി. അപ്പോൾ നന്നായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. സ്ട്രോപ്പ് ഗോൾഡല്ല, റോസിൻ്റെ സ്ട്രോപ്പ് ക്രീം പോലെ തന്നെയാണ് ഇത് ഷുഗറിൻ്റെത്. അപ്പം ഷുഗറിൻ്റെത് നന്നായിട്ട് ഞാനതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 ചീക്കിലുമാണ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പം നന്നായിട്ട് നല്ലൊരു ഗ്ലോയിഷ് കിട്ടും. ഗോൾഡ് കളറാണ്, നല്ലൊരു ഗ്ലോയിഷുമാണ്. നമ്മളെ ചീക്ക് നല്ല ചിരിക്കുമ്പോഴത്തേക്ക് ബബിൾ പോലെ വരുമ്പോൾ ആ ഒരു ചീക്ക് കാണാൻ നല്ല രസമാണ്. അപ്പോൾ ബ്ലഷായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ സ്റ്റുഡിയോ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു പിങ്ക് കളറാണ്. അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ നല്ല സെറ്റായിട്ട് കിടക്കും. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബ്ലഷാണ് കേട്ടോ ഇത്. സ്റ്റുഡിയോയിലിപ്പോൾ ആരെങ്കിലുമൊക്കെ വാങ്ങിക്കാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പോകുമ്പോഴത്തേക്കൊന്ന് വാങ്ങിച്ച് നോക്കി ഇട്ട് നോക്കണം. അപ്പോൾ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പം ഞാനൊരു ബ്യൂട്ടി ബ്ലെൻഡർ കൊണ്ട് തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോഴത്തേക്ക് തന്നെ കവൾ നല്ല രീതിക്കൊന്ന് സെറ്റായിട്ടുണ്ട്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടുള്ളൊരു സാധനമാണ് കേട്ടോ ഇത്. ആ ഒരു ഗ്ലോയിഷും ആ ഒരു റെഡിഷും ആ ഒരു ബ്ലഷിൻ്റെ ആ ഒരു കളറും ഇതിൽ കാണാൻ പറ്റും. പിന്നെ അതിന് ശേഷം എടുത്തിട്ടുള്ളത് ഒരു ലിപ്പ് ലൈനറാണ്. ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്നത് തന്നെ. അപ്പം എൻ്റെ ചുണ്ട് നല്ല രീതിക്കൊന്ന് ഡ്രൈ ആയിട്ടിരിക്കുമായിരുന്നു. അതാണ് ലൈനർ വെച്ച് വരച്ചപ്പോഴത്തേക്ക് ഒരുമാതിരി ഇരുന്നത്. പിന്നെ അതൊന്ന് ശരിയാക്കി ജസ്റ്റ് ഒന്ന് കൊടുത്തതിന് ശേഷം ലിപ്പ് ലൈനർ തന്നെ ഇട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. ലൈനർ വരച്ചാൽ നന്നായിട്ട് നമുക്ക് ഏത് ലിപ്സ്റ്റിക്കാണോ ഇടുന്നത് അതൊന്ന് നല്ല രീതിയിൽ ഇരിക്കുന്ന കാണാനും നല്ല ഭംഗിയാണ്. നമ്മൾ ആ ഒരു ലിപ്പിന് പ്രത്യേക ഒരു ഭംഗി കിട്ടും. അപ്പം ഞാൻ ഇപ്പോൾ ഇടാൻ പോകുന്ന ലിപ്സ്റ്റിക്കും അതുപോലെ തന്നെ ഈ ലൈനറും ജസ്റ്റ് ഏകദേശം ഒരു കളർ തന്നെയാണ്. പിന്നെ ഞാനത് യൂസ് ചെയ്തെന്നേ ഉള്ളൂ. അപ്പം ഇത് ലിക്വിഡിൻ്റെതാണ്. ഞാൻ അത്യാവശ്യം ഇടുന്ന ലിപ്സ്റ്റിക്കാണ്, കൊള്ളാം. അതുപോലെ തന്നെ ഇങ്ങനത്തെയൊക്കെ ലിപ്സ്റ്റിക്ക് ഇട്ടാൽ വേറൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പിഗ്മെൻറ്റേഷനും ആവും. അതുപോലെ തന്നെ ഡ്രൈ ആവാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇടുന്നതാണിത്. അപ്പോൾ ഫേസിൻ്റെ ഏകദേശമുള്ള എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുവാണ് എങ്ങനെയുണ്ട് ഫേസ് എന്നുള്ളത്. അപ്പം ഫേസ് ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി അടുത്തത് ഇയറിങ്സ് ഇട്ട് കൊടുക്കാം. അപ്പം ഒരു പേളും അതുപോലെ തന്നെ സിൽവർ കളർ വരുന്ന ഒരു ഇയറിംഗ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഇത് വേറൊരു കല്യാണത്തിന് എൻ്റെ ഒരു ഡ്രസ്സിന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള കമ്മലാണ്. അപ്പം ഈ ഡ്രസ്സിൻ്റെ കൂടെ ഇട്ടപ്പോഴത്തേക്ക് എനിക്ക് അത്യാവശ്യം കൊള്ളാൻ തോന്നി. അപ്പം നന്നായിട്ട് ചേരുന്നുണ്ടിത്. കണ്ട് നോക്കാം ഇത്. അപ്പം 2 ചെവിയിലും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഹെയർ വലുതായിട്ടൊന്നും അങ്ങനെ ഹെയർ സ്റ്റൈലായിട്ട് ഇട്ടിട്ടില്ല. കാരണം ഞാൻ ഓപ്പൺ ഹെയർ സ്റ്റൈലാണ് ഇട്ടിട്ടുള്ളത്. എൻ്റെ ആ പിമ്പിൾ ഇങ്ങനെ ബൾജ് ചെയ്തിരിക്കണുണ്ട്. പൊട്ടിച്ചളഞ്ഞതാണ്, പക്ഷേ അത് വീണ്ടും കുറച്ചും കൂടെ ഒന്ന് ബൾജായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മേക്കപ്പ് ലുക്ക് ഇതാണ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ.